أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وآله وصحبه أجمعين. أما بعد. നൂറുൽ ഇളാഹ് പഠനം. ഇന്ന് നമ്മൾക്ക് പറയാൻ പോകുന്നത് ഫസ്ലുൻ അശ്റത്തു അഷിയ ലാ യഗ്തസിലു മിൻഹ. കുളി നിർബന്ധമില്ലാത്ത 10 കാര്യങ്ങൾ. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. 10 കാര്യങ്ങൾ ചെയ്താൽ കുളി നിർബന്ധമില്ല. അതാണ് പറയുന്നത്. അശ്റത്തു അഷിയ 10 കാര്യങ്ങൾ. ലാ യഗ്തസിലു മിൻഹ, അവ കാരണം കുളിക്കേണ്ടതില്ല. 1. മദി പുറപ്പെട്ടാൽ കുളിക്കേണ്ട. മദി എന്ന് പറഞ്ഞാൽ എന്താണ്? ശഹ്വത്ത് ഉണ്ടാകുന്ന നേരത്ത് വരുന്ന, ശഹ്വത്തോടുകൂടി വരുന്നല്ല, ശഹ്വത്തിന്റെ മുഖദ്ദിമയായിട്ട് വരുന്ന കട്ടി കുറഞ്ഞ മാഉൻ അബിയലാണ് മദി. അത് പോന്നാൽ കുളിക്കേണ്ടതില്ല. അത് പുരുഷന്മാരെക്കാളേറെ സ്ത്രീകളിലാണ് അത് കാണപ്പെടാറുള്ളത്. വദിയും കുളി നിർബന്ധമാക്കൂല. മദി കൊണ്ട് കുളി നിർബന്ധമില്ല, വദി കൊണ്ടും കുളി നിർബന്ധമില്ല. വദി എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിയുള്ള മാഉൻ അബിയദുൻ, കട്ടിയുണ്ട്, പക്ഷെ അതിന് എന്തില്ല, കലർപ്പോ വാസനയോ ഒന്നും ഉണ്ടാകൂല. അത് സാധാരണ മൂത്രച്ച ഉടനെയോ അതല്ലെങ്കിൽ ഭാരമുള്ളവരിൽ ചുമന്ന ഉടനെയൊക്കെയും പുറത്തേക്ക് വരും എന്നതാണ് ഈ വദി. ഈ വദിയോ മതിയോ പുറപ്പെട്ടാൽ കുളി നിർബന്ധമില്ല എന്നതിന് പിന്നെ ഉലമാഇന്റെ ഇജ്മാ ഉണ്ട്, കുളി നിർബന്ധമില്ല. മറ്റൊന്നാണ് ഇഹ്തിലാമും ബിലാം ബലലിൻ. ബലൽ നനവില്ലാത്ത വിധമുള്ള ഇഹ്തിലാം സ്ഖലനം സംഭവിച്ചു, പക്ഷെ നനവില്ല, എന്നാ അവിടെ കുളിക്കേണ്ടതില്ല. ഇതിൽ സ്ത്രീയും പുരുഷനെ പോലെ തന്നെയാണ്. അടുത്തത് വിലാദത്തു മിൻ ഗൈരി റുഅയത്തി ദമിൻ ബഅദഹ. രക്തം കാണാത്ത വിധത്തിലുള്ള പ്രസവിച്ചു എന്ന അതിന്റെ പേരിൽ ശേഷം രക്തം കാണുന്നില്ല, അവിടെയും കുളി നിർബന്ധമില്ല. ഫി സ്വഹീഹായ അഭിപ്രായ പ്രകാരം. ഇവിടെ ഇത് അബൂ യൂസുഫ് റഹിമഹുല്ലയുടെയും മുഹമ്മദ് റഹിമഹുല്ലയുടെയും അഭിപ്രായമാണ്. എന്നാൽ അബൂ ഹനീഫ ഇമാം പറയുന്നത് അവൾക്ക് കുളി നിർബന്ധമാണ്. ദമ് കണ്ടില്ലെങ്കിലും കുളി നിർബന്ധമാണ്, അത് ഇഹ്തിയാത്തിന് വേണ്ടി കുളി നിർബന്ധമാണ് എന്ന് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ല പറയുന്നു. അപ്പൊ ഹനഫി മദ്ഹബിൽ തന്നെയുള്ള പ്രമുഖന്മാരായ പണ്ഡിതന്മാർക്കുള്ള വീക്ഷണ വ്യത്യാസമുള്ള ഒരു കാര്യമാണത്. വഇലാജുൻ ബിഖിർഖത്തിൻ മാനിഅത്തിൻ മിൻ വുജൂദിൽ ലദ്ദത്തി. ആനന്ദം, സുഖാസ്വാദനം ഉണ്ടാകുന്നതിന് തടയും വിധത്തിൽ ശീല പോലത്തെ ചുറ്റിക്കൊണ്ട് ഇലാജ് ചെയ്യാം. ഇലാജ് അതായത് ലിംഗം പ്രവേശിപ്പിക്കുക. ശീലയോ മറ്റോ ചുറ്റി അവിടെ നിന്ന് സുഖാസ്വാദനം കിട്ടാത്ത വിധത്തിലുള്ള ലിംഗം പ്രവേശിപ്പിക്കുക. അതുകൊണ്ടും കുളി നിർബന്ധമില്ല. എന്നാലും കുളി ഇഹ്തിയാത്തിന് വേണ്ടി കുളി നിർബന്ധമാണെന്ന് നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഹുക്കനത്താണ്. ഹുക്കനത്ത് അതെന്താണ്? അതൊരു ചികിത്സ മുറയാണ്, ചികിത്സയുടെ ഭാഗമാണ് ഹുക്കനത്ത്. പിന്നെ അതായത് രോഗിക്ക് മരുന്ന് അവന്റെ അസ്ഫലിലൂടെ മരുന്ന് കൊടുക്കുന്നതിനാണ് ഹുക്കനത്ത് എന്ന് പറയാം. അത് ഈ ഹുക്കനത്ത് ചെയ്യുന്നത് എന്തിനാണ്? അതിൽ അവശിഷ്ടങ്ങളൊക്കെ പുറത്തേക്ക് ഒഴിവാക്കാനാണ്, എന്നല്ലാതെ വൈകാരിക ശമനത്തിന് വേണ്ടിയല്ല. അങ്ങനെ ഹുക്കനത്ത് ചെയ്താൽ
കുളി നിർബന്ധമില്ല. വ ഇദ്ഖാലു ഇസ്ബഇൻ വ നഹ്വിഹി ഫി അഹദി സബീലൈനി, മലമൂത്ര ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിരലോ അതുപോലുള്ള വല്ലതും പ്രവേശിപ്പിക്കുക. മലമൂത്ര ദ്വാരങ്ങളിലോ ഏതെങ്കിലും ഒന്നില് വിരലോ അല്ലെങ്കിൽ അതുപോലുള്ള വല്ലതും പ്രവേശിപ്പിക്കുക, ഉള്ളിലേക്കാക്കുക. എന്നാലും കുളി നിർബന്ധമില്ല. അതുപോലെ ബഹീമത്തിൻ, മൃഗത്തെ ഭോഗിക്കുക. മൃഗത്തെ ഭോഗിച്ചാൽ കുളി നിർബന്ധമില്ല. അല്ലെങ്കിൽ മൈത്തത്തിൻ, ശവഭോഗം. ശവഭോഗം അത് പാടുണ്ടോ ഇല്ലേ അതൊന്നല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ശവത്തെ ഭോഗിച്ചാൽ കുളി നിർബന്ധമുണ്ടോ ഇല്ലേ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശവത്തെ ഭോഗിച്ചു എങ്ങനെ? മിൻ ഗൈരി ഇൻസാലി, ഇൻസാലില്ലാതെ ശുക്ലം സ്രവിക്കാത്ത വിധം ശവത്തെ ഭോഗിച്ചു, എന്നാലും കുളി നിർബന്ധമില്ല. കാരണം എന്താ? അവിടെ കുളി നിർബന്ധമാകുന്ന കാരണത്തിന്റെ കമാലിയത്തില്ലാത്തത് കൊണ്ട് കുളി നിർബന്ധമില്ല. പിന്നെ വയസ്വാബത്തു ബിക്കിരിൻ ലം തുസിൽ ബക്കാറത്തഹ, വയസ്വാബത്തു ബിക്കിരിൻ, ഒരു ബിക്കറുമായി ഇസ്വാബത്ത് അഥവാ അവളെ ശരീരവുമായി അവളുമായി ബന്ധപ്പെടുക. പക്ഷെ ഈ ബന്ധപ്പെട്ടത് കാരണം ലം തുസിൽ ബക്കാറത്തഹ, അവളെ ബിക്കറ് ആ ബക്കാറത്ത് നീങ്ങിയിട്ടൊന്നുമില്ല. ബക്കാറത്ത് നീങ്ങാത്ത ഒരു ബിക്കറുമായി ബന്ധപ്പെടുക. എങ്ങനെ? മിൻ ഗൈരി ഇൻസാലി, ഇൻസാലാകാതെ ബക്കാറത്ത് നീങ്ങാത്ത വിധം ഒരു ബിക്കറുമായുള്ള ശാരീരിക ബന്ധം, അതും കുളി നിർബന്ധമാക്കൂല. എന്താ കാരണം? ബക്കാറത്തുണ്ടായാൽ ഖിത്താനൈന് തമ്മിൽ ചേരലുണ്ടാകൂല ബക്കാറത്തുണ്ടാകുമ്പോ. അപ്പൊ ആ ബക്കാറത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ ഖിത്താനൈന് ചേരൽ വരുന്നില്ല, പിന്നെ ഇൻസാലിട്ട് സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് കുളി നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ കുളി നിർബന്ധമാകാത്ത 10 കാര്യങ്ങളാണ് നാം ഇന്ന് പ്രതിപാദിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി അടുത്ത ദിവസം പറയാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.